ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഫ്ലവർ സ്പോട്ട് ഇരിട്ടിയിലാണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് പൂക്കളും ബൊക്കയും മാലകളും റീത്തും ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. എന്ത് സാധനം വേണ്ടിക്കും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും ഇവർ. അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടോ ഒന്നും പോയതല്ല കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ വല്യമ്മേൻ്റെ മോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളെ ഒന്ന് കാണാലോ, വീട്ടിൽ കൂടുതൽ പറയാലോ എന്നൊക്കെ കരുതി അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ കരുതി പൂക്കള ഭംഗിയൊക്കെ കണ്ടപ്പോൾ കരുതി എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ. കാരണം എനിക്ക് ഇന്നും ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആയതുകൊണ്ടാണ്. വീട്ടിൽ കൂടുതലിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തിടാം. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല എന്ത് രസമാണ് കാണാൻ അറിയാം പൂക്കൾ. അപ്പോൾ അതിൻ്റെ അടുക്ക് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുക്കാണ് കേട്ടോ ഒരു റീത്തിന് ഇത് വന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ റീത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുതി എന്നാൽ ഒരു വീഡിയോ പിടിക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കിട്ടുന്നത് കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാതെ നോക്കി അവരാദ്യം ആ പൂവൊക്കെ ചുറ്റി, പിന്നെ ചുറ്റും മല്ലിക വെച്ചിട്ടുണ്ടില്ലേ, അതിന് ശേഷമായ പൂക്കളൊക്കെ ഇതാ സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ അത് നൂല് വെച്ചിട്ട് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലിടയ്ക്ക് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവ പുതിയതാണ് കേട്ടോ, കുറച്ചായതേ ഉള്ളൂ വന്നിട്ട്. അപ്പോൾ നമ്മുടെ നേതൂസിൻ്റെ അതിൻ്റെ ഇടയ്ക്കേ കൂടി ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനത് റെഡിയാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആരാണോ ആരെ പേരിലാണോ അത് റീത്ത് സമർപ്പിക്കുന്നത് അവരെ പേര് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് ഏച്ചത് അവരെ ഒരു ഫാമിലിയുടെ പേരിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫാമിലീൻ്റെ പേര് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ അതുകൂടി അതിൽ വെച്ച ശേഷം ഒരു മിന്നുന്നൊരു ഇതുണ്ടായിരുന്നു, എന്താ പേര് പറയാൻ എനിക്കറിയില്ല, ഞാൻ ചോദിക്കാനും വിട്ടുപോയി. അപ്പോൾ അവരതൊക്കെ വലിച്ച ശേഷമാണ് കേട്ടോ അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു റീത്തായിരുന്നു അത്. പിന്നെ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നല്ലേ. നല്ലൊരു നമ്മുടെ പുതിയ വീട്ടിൽ നിന്നിട്ട് ആദ്യത്തെ വിഷുവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ എന്തായാലും വീട്ടിൽ കൂടുതലിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം റീത്തിൻ്റെ പണി ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് കേട്ടോ. ആ ഒരു നൂല് കണ്ടില്ലേ, ഒരു തിളങ്ങുന്ന കാണുന്നുണ്ടോയെന്നറിയില്ല, വലിയ ക്ലിയർ ഇല്ല, എന്നാലും കണ്ടില്ലേ ഒരു തിളങ്ങുന്ന ഒരു നൂല്. അതിനെന്താ പേര് പറയാമെന്നറിയില്ല, ഞാനത് ചോദിക്കാനും വിട്ടുപോയിന്. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ സാധാ നമ്മുടെ നൂലെടുത്തിട്ട് അത് മൊത്തത്തിലിങ്ങനെ ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. ആ ഒരു നൂലിലാണ് കേട്ടോ അത് തേച്ച് നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. പിന്നെ ആൾ പുതിയതായതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾക്ക് എന്തോപോലെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് ചോദിക്കാനും മറന്നു, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർമ്മയില്ല കേട്ടോ, പേര് വിട്ടുപോയി. പിന്നെ എന്തായാലും ആൾ അടിപൊളിയിൽ ചെന്ന് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്കും വന്ന കസ്റ്റമർക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പിടിക്കുന്നുണ്ട്, അവൻ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചെയ്യുന്നത്, അത് ഭംഗിയായിട്ട് ആ റീത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. പിന്നെ ഒപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് ഇടുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇനി അടുത്ത ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. വീട്ടിൽ കൂടലിൻ്റെ ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പൂക്കളും ബൊക്കയും ഇതൊക്കെ വിടുന്നവർ ഫ്ലവർ സ്പോട്ട് ഇരിട്ടിക്ക് പാലത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കൊടുക്കാനുള്ള റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര പെട്ടെന്നാണ് അവരത് ചെയ്ത് കൊടുത്ത് നോക്കിയേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ടാറ്റാ. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ മുഴുവൻ വീഡിയോ എടുത്ത് ലാസ്റ്റ് പുറത്തുനിന്നും കൂടി എടുത്ത് ഞങ്ങളും അവിടെ നിന്ന് മടങ്ങുകയാണ് കേട്ടോ.